ഇന്നത്തെ വചനചിന്ത മറ്റുള്ളവരെ സഹായിക്കുവാൻ തയ്യാറാകണം. അതിശക്തമായ ശൈത്യമുള്ള രാജ്യങ്ങളിൽ പകലിൻ്റെ ദൈർഘ്യം വളരെ കുറവാണ്. രാവിലെ 7 മണിക്ക് ഉദിക്കുന്ന സൂര്യൻ വൈകുന്നേരം 5 മണിയാകുമ്പോഴേക്കും അസ്തമിക്കും. നോർവേയിലെ ഒരു ഗ്രാമത്തിൽ 6 മാസത്തേക്ക് സൂര്യപ്രകാശം കാണുവാൻ സാധിക്കുകയില്ല. ഐസ്ലാൻഡിൽ ചില ദിവസങ്ങളിൽ ഒരു ദിവസം വെറും 2 മണിക്കൂറാണ് സൂര്യപ്രകാശം ഉണ്ടാകുക. മാനുകളും കരടികളും അങ്ങനെ മൃഗങ്ങളൊക്കെ ദീർഘമായി ഉറങ്ങുവാൻ അവയുടെ മാളങ്ങളിലേക്ക് കയറുന്നു. ശൈത്യകാലത്ത് സൂര്യപ്രകാശം ചിലർ കാണുക പോലുമില്ല. രാവിലെ ജോലിക്ക് പോകുമ്പോൾ ഇരുട്ടായിരിക്കും. തിരികെ വരുമ്പോൾ സൂര്യൻ അസ്തമിച്ചിരിക്കും. 6 മാസത്തോളം നീണ്ടു നിൽക്കുന്ന ഈ കാലയളവിൽ സൂര്യപ്രകാശം കുറഞ്ഞ അളവിലാണ് ലഭിക്കുന്നത്. ഒരു മാനസിക ക്രമക്കേട് ഉണ്ടാകാറുണ്ട്. സീസൺ അഫക്റ്റിക് ഡിസോർഡർ SAD എന്നാണ് ആ അവസ്ഥയുടെ പേര്. ഈ കാലയളവിൽ പലർക്കും SAD എന്ന വിഷാദ രോഗം പിടിപെടുന്നു. നിരാശയും ഇരുട്ടും നിറഞ്ഞ ഈ നാളുകളിൽ പതുക്കെയാണ് നീങ്ങുന്നത്. ഈ ദിവസങ്ങളിലെ മാനസികാരോഗ്യത്തിനായി വിദഗ്ധർ ചില പ്രതിവിധികൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. സൂര്യൻ ഉദിച്ചു വരുന്നതിൻ്റെ വലിയ ചിത്രം കിടപ്പുമുറിയിൽ വയ്ക്കുക എന്നതാണ് ഒന്നാമത്തെ മാർഗം. മറ്റൊരു മാർഗമെന്നത് സൂര്യൻ്റെ പ്രകാശത്തെ അനുകരിക്കുന്ന ഒരു വൈദ്യുത ദീപിൻ്റെ കീഴിൽ അരമണിക്കൂറോളം ഇരിക്കുക എന്നതാണ്. സൂര്യപ്രകാശം പൂർണ്ണമായി കിട്ടുന്ന നാളുകളിൽ വളരെ കാത്തിരിക്കുന്നവർ അനുദിനം ഇരുട്ട് തള്ളി നീക്കുന്നു. മനുഷ്യന് അന്ധകാരത്തിൽ ജീവിക്കുവാൻ പ്രയാസമാണ്. വെളിച്ചവും ജീവനും തമ്മിൽ വലിയൊരു ബന്ധമുണ്ട്. ഏതു രാജ്യത്തും ജീവിക്കുന്നവരാണെങ്കിലും നമ്മുടെ ചില ജീവിതാനുഭവങ്ങൾ നമുക്ക് നിരാശയും ആശങ്കയുടെ അന്ധകാരങ്ങളുടെ നാളുകൾ നൽകാറുണ്ട്. തകർന്ന സ്വപ്നങ്ങളുടെ നാളുകൾ, അവഗണനയുടെ ദിവസങ്ങൾ, രോഗങ്ങളുടെ ദിനങ്ങൾ, അങ്ങനെ വിവിധ ജീവിത അന്ധകാരങ്ങൾ നമ്മെ മൂടുമ്പോൾ ഏതു സമയവും നമുക്ക് ജീവൻ നൽകുന്നത് ദൈവസന്നിധിയാണ്. ദൈവസന്നിധിയുടെ വെളിച്ചം നമ്മുടെ മുൻപിൽ ഒരിക്കൽ പോലും അണയുന്നില്ല. ലോകം നമുക്ക് അന്ധകാരത്തിലേക്കുള്ള വിഷാദം നൽകുമ്പോൾ ദൈവം നമുക്ക് വെളിച്ചത്തിൻ്റെ സൗഖ്യത്തെ പ്രദാനം ചെയ്യുന്നു. നമുക്ക് നമ്മെയും മറ്റുള്ളവരെയും കാണുവാൻ സാധിക്കുന്നത് ദൈവസ്നേഹത്തിൻ്റെ വെളിച്ചത്തിലാണ്. ഒരു രാത്രിയിൽ 6 പേർ അതിശൈത്യമുള്ള ഒരു ഗുഹയിൽ അകപ്പെട്ടു. അവരുടെ 6 പേരുടെയും കയ്യിൽ ഓരോ വടികളുണ്ടായിരുന്നു. അവരുടെ കയ്യിലുള്ള വിളക്ക് കെടുവാൻ പോകുന്നു. വിളക്ക് കെട്ടുപോകുന്നതിന് മുമ്പ് 6 പേരുടെയും വടികൾ മാറി മാറി കത്തിച്ചാൽ അവർക്ക് രാത്രി കഴിച്ചുകൂട്ടാം. എന്നാൽ അവരെല്ലാവരും വിവിധ രീതിയിൽ ചിന്തിക്കുവാൻ തുടങ്ങി. എന്നെ ഇഷ്ടമില്ലാത്ത അവൻ ഈ കൂട്ടത്തിൽ ഉള്ളപ്പോൾ എൻ്റെ വടി ഞാൻ കത്തിക്കത്തില്ല. എൻ്റെ വിശ്വാസമില്ലാത്ത ഒരുത്തനുള്ളപ്പോൾ എൻ്റെ വടി കത്തിക്കുവാൻ ഞാൻ അനുവദിക്കത്തില്ല. എൻ്റെ അത്രയും പണമില്ലാത്തവനും ഉപകാരമില്ലാത്തവനുമായതിനാൽ എൻ്റെ വടി ഞാനും കൊടുക്കത്തില്ല. പാവപ്പെട്ടവൻ ചിന്തിച്ചു, എന്നെക്കാൾ പണമുള്ളവന് തീ കായുവാൻ എൻ്റെ വടിയും നൽകുന്നില്ല. ഒരാൾ ചിന്തിച്ചു, എൻ്റെ വടി ഞാൻ ഇന്ന് കത്തിക്കുന്നില്ല, നാളത്തേക്കായി ഞാനത് സൂക്ഷിച്ചു വയ്ക്കും. അങ്ങനെ അവർ ആരും ആ ശൈത്യമുള്ള ഇരുളിൽ ഗുഹ ചൂടാക്കുവാനും പ്രകാശിക്കുവാനും അവരുടെ വടി ദാനം ചെയ്യുവാൻ തയ്യാറായില്ല. അന്ന് രാത്രി എല്ലാവരും ആ ഗുഹയിൽ മരിച്ചു എന്നുള്ളതാണ്. നമ്മുടെ ചുറ്റിലും ഇങ്ങനെയുള്ളവരുണ്ട്. ചിലപ്പോൾ നാം തന്നെ ഇതിലുണ്ട്. അവർക്ക് നമ്മുടെ ജീവിതം നല്ലതായി തീരുവാൻ സാധിക്കും, പക്ഷേ അവർ മനഃപൂർവ്വം അത് ചെയ്യാറില്ല. എൻ്റേത് നൽകി അവർ അങ്ങനെ നന്നാവണ്ട എന്ന മനോഭാവം. ചിലപ്പോൾ സാരമില്ല, ശരിയാകും എന്ന ഒരു വാക്കുമതി പലരുടെ ജീവിതത്തിൽ വെളിച്ചം നൽകുവാൻ. പക്ഷേ മനുഷ്യൻ സ്വാർത്ഥതയിൽ പരാജയപ്പെടുമ്പോഴാണ് നമ്മെ ഉപാധികളില്ലാതെ സ്നേഹിക്കുന്ന ദൈവസ്നേഹം നാം മനസ്സിലാക്കുന്നത്. ആ ദൈവസ്നേഹമെന്ന വെളിച്ചം ഒരിക്കലും അണയുന്നില്ല. ലോകസ്ഥാപിതത്തിനു മുമ്പേ നമ്മെ സ്നേഹിച്ച സ്നേഹം, അമ്മയുടെ ഗർഭപാത്രത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ നമ്മെ നിർണയിച്ച സ്നേഹം, ആരെല്ലാം ഓടി മാറിയാലും നമ്മെ മാറോടടയ്ക്കുന്ന സ്നേഹം. ഈ സീസണിൽ ആ സ്നേഹം താങ്കളുടെ ചുറ്റിലുമുണ്ട്. ആരും താങ്കൾക്ക് വെളിച്ചം നൽകുന്നില്ല എങ്കിലും താങ്കളുടെ കൂരിരുൾ പാതകളിൽ താങ്കൾക്ക് ദീപമായി കൂട്ടായി ദൈവം താങ്കളുടെ കൂടെയുണ്ട്. സകല അന്ധകാര ശക്തികളെയും മാറ്റി ഇരുളിന് വെളിച്ചം നൽകി കർത്താവ് യേശുക്രിസ്തു താങ്കളെ മുന്നോട്ട് നടത്തും. വിലപ്പെട്ട നഷ്ടപ്പെട്ട ദ്രമ്യയെ കണ്ടെത്തുവാൻ വിളക്ക് കത്തിച്ച് ദ്രമ്യയെ കണ്ടെത്തിയതുപോലെ ക്രിസ്തുവാകുന്ന വിളക്ക് കത്തിച്ച്
സകല അന്ധകാരത്തെയും മാറ്റി മറഞ്ഞിരിക്കുന്ന ആത്മികമായ കൃപാവരങ്ങളെ നേടിയെടുപ്പാൻ, നഷ്ടപ്പെട്ട് തിരിച്ചു കിട്ടുമ്പോൾ മറ്റുള്ളവരുമായി സന്തോഷിപ്പാൻ വചനം ശ്രവിക്കുന്ന ഏവർക്കും കർത്താവ് കൃപയും അധികാരവും നൽകുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ.